Hi dear ones, welcome to Tools Academy. നമുക്ക് ഓരോ പരീക്ഷകൾ അടുത്ത് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ, കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഏത് ഏരിയയിൽ നിന്നാണ്, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത്. അപ്പൊ നമുക്ക് 2022-2023 കാലയളവിലെ കേറ്റഡ് കാറ്റഗറി 3ന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഗ്ലിംസ്, പെട്ടെന്നുള്ള ഒരു നോട്ടം നമുക്ക് നോക്കാം. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്നും കുറച്ച് ഏരിയാസ്, കുറച്ച് ടൈപ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് നോക്കാം. First question എന്ന് പറയുന്നത് the technique used at length in Miller's Death of a Salesman. ഓഥർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്ന വർക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക് ഏതാണ്? റിയലിസം, നാച്ചുറലിസം, സിംബോളിസിസം, എക്സ്പ്രഷനിസം. ആക്ച്വലി വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത്യാവശ്യം ലിറ്ററേച്ചറിലെ ടെക്നിക്സ്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്സ്, സിംബോളിസം ടെക്നിക്സ്, ഇമേജസും ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ അറിയാമെങ്കിൽ ആ ടെക്നിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടെങ്കിൽ ഏതൊക്കെ വ്യക്തികളാണ് കൂടുതലായിട്ടും ഈ ടെക്നിക്സ് യൂസ് ചെയ്യാറ് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ്പ്രഷനിസം ആണ്. മില്ലർ ഇതിനകത്ത് ഈ ഒരു പ്ലേന്റെ അകത്ത് ഒരുപാട് എക്സ്പ്രഷനിസം ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എക്സ്പ്രഷനിസ്റ്റ് ടെക്നിക്സ് ആയിട്ടുള്ള മ്യൂസിക്, ലൈറ്റ് എല്ലാം തന്നെ മില്ലർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് വില്ലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഇൻസൈഡ് എന്താണ് എന്നറിയാനാണ്. അപ്പോ ആ ഒരു ടൈപ്പിലാണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ടെക്നിക്ക് ഓഥർ മില്ലർ ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tash mimics as a linguistic analysis that has been developed by Tash. നിങ്ങൾക്കറിയാം ലിംഗ്വിസ്റ്റിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേറ്റഡ്, സെറ്റ് മുതലായ പരീക്ഷയ്ക്ക് എന്നറിയാം. കാരണം ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയത് കാരണം ലാംഗ്വേജ് സ്റ്റഡിയെ കുറിച്ച് നല്ല ഒരു ധാരണ ഉണ്ടാകണം എന്ന ഒരു കൺസെപ്റ്റിലാണ് ഈ ലിംഗ്വിസ്റ്റിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടാൻജുമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിനെ കുറിച്ച് നോക്കാം. ആക്ച്വലി ഇത് മോഡ് ഓഫ് എ ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ആണ്. Based on identifying each grammatical position in the sentence or phrase. ഒരു സെന്റൻസിലെ grammatical positions ഐഡന്റിഫൈ ചെയ്ത് സെന്റൻസിലെയോ ഫ്രേസിലെയോ grammatical positions ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ് നമ്മൾ ടാൻജുമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ആരാണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്? ആൻസർ കെന്നത്ത് പൈക്ക്. ടാൻജുമിക്സ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക് മെത്തഡോളജി ഡെവലപ്പ് ചെയ്തത് കെന്നത്ത് പൈക്ക് ആണ്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു എ യൂണിഫൈഡ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, 2 women novelists who have written novels titled Years. താഴെ കൊടുത്തിട്ടുള്ള 2 പെയർ ഓഫ് ഓതേഴ്സിനകത്ത് 2 ഓതേഴ്സും ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇതിന്റെ ആൻസർ വരുന്നത് ആനി എർനാക്സും വെർജിന ഉൾഫുമാണ്. ആനി എർനാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഞ്ച് റൈറ്റർ ആണ്. ആനി എർനാക്സ് ഒരു ഫ്രഞ്ച് റൈറ്റർ, 2022 നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ വിന്നറും കൂടിയാണ് ആനി എർനാക്സ്. പിന്നെ നമ്മുടെ വെർജിന ഉൾഫുമാണ് ഈ ഇയേഴ്സ് എന്ന് പറഞ്ഞ, രണ്ടുപേർക്കും ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് അവർ എഴുതിയിട്ടുണ്ട്. ആനി എർനാക്സിന്റെ ഇയേഴ്സ് എന്ന് പറഞ്ഞ ബുക്ക് ഒരു മെമ്മയർ ആണ്. മെമ്മോർ നമ്മൾ പറയില്ലേ, ഓർമ്മക്കുറിപ്പാണ്. വെർജീനിയ ഉൾഫിന്റെ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്ക് ഒരു നോവലാണ്. എപ്പോഴും തന്നെ വെർജീനിയ ഉൾഫ് നമ്മുടെ കേറ്ററ്റിന്റെ കാറ്റഗറി 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഓതറാണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വെർജീനിയ ഉൾഫിന്റെ വർക്ക്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. The sun behind me, nothing has changed since I began. These lines are by Tash. Actually, കേറ്ററ്റിന്റെ എക്സാമിനേഷന് ലൈൻസ് ചോദിക്കാറുണ്ട്. ഈ ലൈൻസ് എഴുതിയിട്ടുള്ളത് ടെഡ് ഹ്യൂസ് ആണ്. ടെഡ് ഹ്യൂസ്
ടെഡ് ഹ്യൂസിന്റെ പോയം ആയിട്ടുള്ള ഹൂ ക്രൗസ്റ്റിംഗിൽ നിന്നുമാണ് ദ സൺ ബിഹൈൻഡ് മീ നത്തിങ് ഹാസ് ചേഞ്ച് സിൻസ് ഐ ബിഗാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ സിൽവിയ പ്ലാത്തിന്റെ ഹസ്ബൻഡ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഫേമസ് വർക്കാണ് തോട്ട് ഫോക്സ് എന്നൊക്കെ പറഞ്ഞ ഉള്ള വർക്ക് ടെഡ് ഹ്യൂസിന്റെ ഫേമസ് വർക്കാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെഡ് ഹ്യൂസിന്റെ വർക്ക്സിലൊക്കെ നമുക്ക് ആനിമൽ ഇമേജറീസ് വിസിബിൾ ആണ്. A woman must have money and a room of her own if she is to write fiction. The feminist who had held this opinion. വെർജീനിയ ഉൾഫിന്റെ റൂംസ് ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന വർക്കിനകത്താണ് വെർജീനിയ ഉൾഫ് ഈ ഒരു കമന്റ് പറയുന്നത്. വെർജീനിയ ഉൾഫിന്റെ ഫെമിനിസ്റ്റ് തിങ്കിങ്ങിന് എക്സാമ്പിൾ ആണ് നമ്മുടെ റൂംസ് ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന ഒരു എസ്സേ. ഷേക്സ്പിയർക്ക് ഒരു ഇമാജിനറി സിസ്റ്ററെ ക്രിയേറ്റ് ചെയ്യാണ് ജൂഡിത്ത് ഷേക്സ്പിയർ. ഷേക്സ്പിയർക്ക് കിട്ടിയ സപ്പോർട്ട് ഒന്നും കിട്ടാതെ ജൂഡിത്ത് ഷേക്സ്പിയർ ഒരു അസ്വാഭാവിക സിറ്റുവേഷനിൽ മരണമടയുന്നു. ആ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആക്കി വെർജീനിയ ഉൾഫ് പറയുന്നതാണ് അന്നത്തെ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക്, സ്ത്രീ എഴുത്തുകാർക്ക് വേണ്ട പരിഗണനയും അർഹമായ സ്ഥാനവും ലഭിച്ചിരുന്നില്ല. പുരുഷ എഴുത്തുകാർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും സ്ത്രീ എഴുത്തുകാർക്ക് അവർ കൊടുത്തിരുന്നില്ല. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരുപാട് സ്ത്രീ പക്ഷ എഴുത്തുകാർ അല്ലെങ്കിൽ സ്ത്രീ എഴുത്തുകാർ ഉണ്ടായേനെ. ആ ഒരു കമന്റിനെ ബേസ് ചെയ്തിട്ടാണ് വെർജീനിയ ഉൾഫ് ഈ ഒരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീ അവൾ ഫിക്ഷൻ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടത് അത്യാവശ്യം ഫിനാൻഷ്യൽ സപ്പോർട്ടും സ്വന്തമായ ഒരു സ്പേസുമാണ്. എങ്കിൽ മാത്രമാണ് അവൾക്കൊരു ഫീമെയിൽ റൈറ്റർ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. The periodical in which Charles Lamb published his essay under the pseudonym Elia. ഈലിയ എന്ന് പറയുന്ന പേരില് ചാൾസ് ലാംബ് ഏത് മാഗസീനിലാണ് അല്ലെങ്കിൽ ഏത് പീരിയോഡിക്കലിലാണ് അദ്ദേഹത്തിന്റെ വർക്ക്സ് എഴുതിയിരുന്നത്? ചാൾസ് ലാംബ് നിങ്ങൾക്കറിയാം, നല്ല ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് ഈലിയ എന്ന് പറയുന്നത്. ലണ്ടൻ മാഗസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരിയോഡിക്കലിലാണ് നമ്മുടെ ചാൾസ് ലാംബ് എഴുതിയിരുന്നത്. ആക്ച്വലി ഈ നമ്മുടെ ഈ ലണ്ടൻ മാഗസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി പീരിയോഡിക്കൽ ആണ്. നമ്മൾ ചില പിൻകാലങ്ങളിലേക്ക് പുറകോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ലണ്ടൻ മാഗസിൻ എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു കാലത്ത് പ്രൊമിനന്റ് ആയിരുന്ന ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കൽ ആയിരുന്നു ലണ്ടൻ മാഗസിൻ എന്ന് പറയുന്നത്. അപ്പൊ ലണ്ടൻ മാഗസിനകത്താണ് ചാൾസ് ലാംബ് എഴുതിയിരുന്നത്. ഈ പീരിയോഡിക്കൽസിന്റെ പേര് എസ്പെഷ്യലി ചില ഗ്രൂപ്പ്സിന്, ഇപ്പൊ മൂവ്മെന്റ് പോയിറ്റ്സിനൊക്കെ ഒരു പീരിയോഡിക്കൽസ് ഉണ്ട്. അതുപോലെ ടാറ്റ്ലർ, സ്പെക്ടേറ്റർ, ജെന്റിൽമാൻസ് മാഗസിൻ, താഴെ കൊടുത്തിട്ടുള്ള മറ്റു ഓപ്ഷൻസ് അതൊക്കെ എന്താണ് എന്നും എന്തിനെ സൂചിപ്പിക്കേണ്ടതാണ് എന്നും നോക്കുക. ഈ പീരിയോഡിക്കൽസിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ വരാറുണ്ട്. ചർച്ച് ഗോയിങ് ഇസ് എ പോയം ബൈ ഡാഷ്. ആക്ച്വലി ചർച്ച് ഗോയിങ് എന്ന് പറയുന്ന ഒരു പോയം ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാൻ കാരണം ഇതുപോലെ വർക്ക്സിന്റെ ടൈറ്റിൽസ് ചോദിക്കാറുണ്ട്. ഫേമസ് ആയിട്ടുള്ള പോയംസും അല്ലാത്ത പോയംസും, ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസും അല്ലാത്ത സ്റ്റോറീസും ഒക്കെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നമ്മുടെ മൂവ്മെന്റ് പോയിറ്റിൽപ്പെട്ട ഫിലിപ്പ് ലാക്കിനാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഫിലിപ്പ് ലാക്കിൻ ഒരു ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റും പോയിറ്റുമാണ് ഫിലിപ്പ് ലാക്കിൻ എന്ന് പറയുന്നത്. ഈ ഫിലിപ്പ് ലാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിപ്പ് ലാക്കിൻ മൂവ്മെന്റ് പോയിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റർ ആണ്. ഫിലിപ്പ് ലാക്കിന്റെ മറ്റു വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ദ വൈറ്റ്സ് ആൻഡ് വെഡിങ്, അതേപോലെ ദ ലെസ് ഡിസീവ്ഡ്, ജിൽ, ഗേൾ ഇൻ ദ വിന്റർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആണ്. അതുപോലെ പോയറ്റ് ലൊറേറ്റ് ആയിരുന്നു. പിന്നീട് ആ സ്ഥാനം അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സർ ജോൺ ബിറ്റിൽമാൻ അദ്ദേഹമാണ് പിന്നീടുള്ള പോയറ്റ് ലൊറേറ്റ് ആയിട്ട് മാറുന്നത്. One of the earliest Indian English novel dealing with freedom struggle as major focus written by Raja Rao. രാജാ റാവിന്റെ ഏത് വർക്കിലാണ് ഫ്രീഡം സ്ട്രഗിൾ ഒരു എലമെന്റ് ആയിട്ട് വരുന്നത്? കാന്തപുര എന്ന് പറയുന്ന വർക്കിലാണ് നമുക്ക് ഫ്രീഡം സ്ട്രഗിളിന്റെ എലമെന്റ്സ് വിസിബിൾ ആകുന്നത്. ആക്ച്വലി നമ്മൾ നോവൽസ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോവൽസിലെ ക്യാരക്ടേഴ്സും തീംസും നിങ്ങൾ പ്രത്യേകം നോക്കണം. The novel by which Raja Rao that explored the national freedom struggle. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ 2 വർഷങ്ങൾക്ക് അടുപ്പിച്ച് തന്നെ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ആൻസർ സിമ്പിൾ ആണ്, കാന്തപുരയാണ്. നമ്മളിപ്പോ നോക്കിയതാണല്ലോ അല്ലെ.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്കിൽസ് ആർ റിസെപ്റ്റീവ് സ്കിൽ? നമ്മുടെ ലിറ്ററേച്ചർ പാർട്ടിന് ഒപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പെഡഗോജി എന്ന് പറയുന്ന ഏരിയ. പെഡഗോജിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ളത് വിച്ച് സ്കിൽസ് റെസെപ്റ്റീവ് സ്കിൽസ് എന്നറിയപ്പെടുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ആക്ച്വലി റിസെപ്റ്റീവ്, വി ആർ റിസീവിങ് ഇൻഫോർമേഷൻ, നമ്മൾ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന സ്കിൽസ്, നമ്മൾ കേൾക്കുമ്പോൾ വി ആർ റിസീവിങ് ഇൻഫോർമേഷൻ, ആൻഡ് വെൻ യു ആർ റീഡിങ് സംതിങ് യു ആർ റിസീവിങ് ഇൻഫോർമേഷൻ. സോ റിസെപ്റ്റീവ് സ്കിൽസിന്റെ ഭാഗമായിട്ട് വരുന്നത് ലിസണിങ്ങും റീഡിങ്ങുമാണ് റിസെപ്റ്റീവ് സ്കിൽസിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചത് 10 ചോദ്യങ്ങൾ അറിഞ്ഞു എന്നതിനപ്പുറം 10 ഏരിയാസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. 10 വ്യത്യസ്തമായിട്ടുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതായത് പോയം വർക്ക്സ് എഴുതിയിട്ടുള്ള ഓഥറിന്റെ പേര്, ചില പോയത്തിലെ വർക്ക്സുകൾ നമുക്ക് ചോദിക്കാം, ചില വർക്ക്സിലെ തീം ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ നമ്മുടെ പെഡഗോജിക്കൽ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ലിംഗ്വിസ്റ്റിക് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.